ഹായ് ഓൾ, വെൽക്കം ടു PSC ബുക്ക് ഷെൽഫ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ SSCRT ജോഗ്രഫിയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വിവിധ മേഖലകളിലൂടെ എന്നതാണ് ചാപ്റ്ററിന്റെ നിയമം. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ഇന്ത്യൻ സമ്പദ് മേഖലയെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ ഇന്ത്യയുടെ വാർഷിക വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നതുമാണ്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെയാണ് നമ്മുടെ പ്രധാന ഉൽപാദന ഘടകങ്ങൾ എന്നൊക്കെ പഠിച്ചിരുന്നു. ഇതിൽ പ്രധാനമായും ഉൽപാദന മേഖലകൾ ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ ദേശീയ വരുമാനം നമ്മുടെ GDP ഒക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ചാപ്റ്ററിലേക്ക് തന്നെ കിടക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഫസ്റ്റ് പേജിൽ തന്നെ പിക്ചറാണ് നൽകിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഉൽപാദന മേഖലയെ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക മേഖലയെ മൂന്നായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രാഥമിക മേഖല എന്നും ദ്വിതീയ മേഖല എന്നും തൃതീയ മേഖല എന്നുമാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രാഥമിക മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ് കാണിക്കുന്നത്. ഇവിടെ തന്നെ ഫസ്റ്റ് തന്നെ ഒരു കാർഷിക മേഖലയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ദ്വിതീയ മേഖല എന്ന് പറയുന്ന നമ്മുടെ വ്യവസായത്തിനെയാണ് കാണിക്കുന്നത്. ഈ പിക്ചറിൽ തന്നെ ഒരു വ്യവസായത്തെയും കാണിച്ചിട്ടുണ്ട്. തൃതീയ മേഖല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സേവന മേഖലയെയാണ് കാണിക്കുന്നത്. നമുക്ക് ഇനി ഓരോ മേഖലകളും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താണ് പറഞ്ഞത്? പ്രാഥമിക മേഖലയെ പറ്റിയാണ്. പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ തന്നെ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനത്തിനാണ് പ്രാഥമിക മേഖലയുടെ മുഖ്യ സവിശേഷതയായി കാണുന്നത്. പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചുള്ള കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം തുടങ്ങിയവയെല്ലാം പ്രാഥമിക മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. അതായത് എന്താണ് പ്രാഥമിക മേഖല? കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം തുടങ്ങിയവയാണ് നമ്മൾ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും കാർഷിക മേഖലയാണ് പ്രാഥമിക മേഖലയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന ഒരു കോളത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. മുമ്പ് നിലനിന്നിരുന്ന സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അതായത് CSOയും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് NSSOയും കൂടി ചേർന്ന് 2019 രൂപീകൃതമായതാണ് ഈ പറയുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ. ഇന്ത്യയിലെ ദേശീയ വരുമാനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്ഥിതി വിവരക്കണക്കുകൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സ്ഥാപനമാണ് ഈ പറയുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. എന്താണെന്ന് മനസ്സിലായല്ലോ? അതായത് നമ്മുടെ ദേശീയ വരുമാനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്ഥിതി വിവരക്കണക്കുകൾ ശേഖരിക്കുകയും അവ വിശകലനം ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ കേന്ദ്രത്തിലുള്ള ഓഫീസാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ മേഖലകളിലേക്ക് തന്നെ കിടക്കാൻ വേണ്ടി മേഖല എന്ന് പറയുമ്പോൾ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും, ബാങ്കിങ്, ഇൻഷുറൻസ്, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വ്യവസായം, വിദ്യാഭ്യാസം, കന്നുകാലി വളർത്തൽ, റിയൽ എസ്റ്റേറ്റ്, ആരോഗ്യം, ജലവിതരണം, വനം ഇതൊക്കെയാണ് നമ്മുടെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പല മേഖലകളിലായിട്ടാണ് വരുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മുടെ ബാങ്കിങ്ങും ഇൻഷുറൻസും അതേതാണ് വരുന്നത്? സേവന മേഖലയായി തൃതീയ മേഖലയിലാണ് വരുന്നത്. അതേസമയം നമ്മുടെ കന്നുകാലി വളർത്തൽ എവിടെയാണ് വരുന്നത്? നമ്മുടെ പ്രാഥമിക മേഖലയിലാണ് വരുന്നത്. നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എവിടെയാണ് വരുന്നത്? നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുന്നത് നമ്മുടെ ദ്വിതീയ മേഖലയിലാണ് വരുന്നത്. അങ്ങനെ കുറെ പ്രവർത്തനങ്ങൾ അവർ തന്നിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ ഏതൊക്കെ മേഖലകളിലാണ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇനി നമുക്ക് ഓരോന്ന് തിരിച്ച് തന്നെ പഠിക്കാം. അല്ലെങ്കിൽ പ്രാഥമിക മേഖലയുടെ എക്സാമ്പിൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് പ്രധാനമായും തന്നിരിക്കുന്നത് ഖനനം എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയാണെന്നാണ്. അതുപോലെ തന്നെ മത്സ്യബന്ധനം എന്ന് പറയുന്നതും പ്രാഥമിക മേഖലയാണ്. പാൽ പൊട്ടിക്കൽ എന്ന് പറയുന്നത് ഒരു പ്രാഥമിക മേഖലയാണ്. ഇതാണ് പ്രാഥമിക മേഖല. നമ്മുടെ കൃഷി എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയ്ക്ക് ഉദാഹരണമാണ്. പറയുന്നത് കാർഷിക മേഖല ആയതുകൊണ്ട് തന്നെ കാർഷിക മേഖലയുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാം പ്രാഥമിക മേഖലയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നു. പ്രാഥമിക മേഖല കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ദ്വിതീയ മേഖലയാണ്. ദ്വിതീയ മേഖല എന്ന് പറയുമ്പോൾ വ്യവസായം, നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ വരുന്നത്.
പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ, അതായത് പറഞ്ഞു പ്രാഥമിക മേഖലയിൽ നമ്മൾ ഡയറക്റ്റ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഡയറക്റ്റ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവയാണ് പ്രാഥമിക മേഖലകൾ എന്ന് പറഞ്ഞു. ഇനി ഈ പ്രാഥമിക മേഖലകളിൽ നിന്നും ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച അല്ലെങ്കിൽ ആ വസ്തുക്കളെ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. വ്യവസായ മേഖല എന്ന് പറയുന്നത് ദ്വിതീയ മേഖലയ്ക്ക് ഉദാഹരണമാണ്. നമ്മുടെ വൈദ്യുതി, ഗ്യാസ്, വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ടത് എല്ലാം ദ്വിതീയ മേഖലയിൽ വരുന്നതാണ്. ഓക്കെ, അതാണ് തൃതീയ മേഖല എന്ന് പറയുന്നത്. അതായത് പ്രാഥമിക ദ്വിതീയ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിപണനം ചെയ്യുക തുടങ്ങിയ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും കാര്യക്ഷമമാക്കുന്നതാണ് തൃതീയ മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ സേവന പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നത് എവിടെയാണ്? അത് തൃതീയ മേഖലയിലാണ്. അതിനാൽ തന്നെ നമ്മുടെ തൃതീയ മേഖലയെ സേവന മേഖല എന്ന് വിളിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ പ്രാഥമിക മേഖലയെ നമ്മൾ കാർഷിക മേഖല എന്നും, ദ്വിതീയ മേഖലയെ നമ്മൾ വ്യവസായ മേഖല എന്നും, തൃതീയ മേഖലയെ നമ്മൾ സേവന മേഖല എന്ന് വിളിക്കുന്നു. ഇനി സേവന മേഖലയ്ക്ക് പ്രധാനമായിട്ടുമുള്ള എക്സാമ്പിളുകൾ, ഗതാഗതം എന്ന് പറയുന്നത് ഒരു സേവന മേഖലയാണ്. കാരണം അതിന് നമുക്കൊരു സേവനമാണല്ലോ. വാർത്താവിനിമയം എന്ന് പറയുന്നത് ഒരു സേവന മേഖലയ്ക്ക് ഉദാഹരണമാണ്. ഇനി വ്യാപാരവും വാണിജ്യവും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. നമ്മുടെ വ്യാപാരവും വാണിജ്യവും എന്ന് പറയുന്നത് തൃതീയ മേഖലയിലും വ്യവസായം എന്ന് പറയുന്നത് ദ്വിതീയ മേഖലയിലുമാണ് വരുന്നത് എന്ന കാര്യം. അതുപോലെ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കാൻ പറ്റിയ ഒരു എക്സാമ്പിൾ ആണ് റെയിൽവേ എന്ന് പറയുന്നത്. അതായത് ഗതാഗതത്തിൽ തന്നെ വരുന്ന ഒന്നാണ് റെയിൽവേ എന്ന് പറയുന്നത്. അതുപോലെ ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലകള്, ഇതെല്ലാം എന്താണ്? നമ്മുടെ തൃതീയ മേഖലകളാണ്. കാരണം അതൊക്കെ ഒരു സേവനമാണ്. ബാങ്കിങ് സേവനം എന്നാണ് നമ്മൾ പറയുന്നത് തന്നെ. അങ്ങനെ സേവനങ്ങളെല്ലാം നൽകുന്ന തൃതീയ മേഖലയിലും, വ്യവസായങ്ങളെല്ലാം ദ്വിതീയ മേഖലയിലും, കാർഷിക മേഖലയുമായി റിലേറ്റഡ് ആയല്ല പ്രാഥമിക മേഖലയിലുമാണ് വരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പ്രാഥമിക മേഖല തിരഞ്ഞെടുത്തെഴുതുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങൾ വന്നിരുന്നു. അന്ന് അതിന്റെ ആൻസർ മത്സ്യബന്ധനമായിരുന്നു. അപ്പൊ മത്സ്യബന്ധനം, ഖനനം, കന്നുകാലി വളർത്തൽ, ഇതൊക്കെ നമ്മുടെ പ്രാഥമിക മേഖലയിലും, വ്യവസായവുമായി ബന്ധപ്പെട്ടതെല്ലാം ദ്വിതീയ മേഖലയിലും, സേവനവുമായി ബന്ധപ്പെട്ടതെല്ലാം തൃതീയ മേഖലയിലും വരുന്നു. ഇതിന്റെ എല്ലാത്തിന്റെയും എക്സാമ്പിൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്നതെങ്കിലും മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഒരു എക്സാമ്പിൾ എടുത്തു ഇതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു കരിമ്പ് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കരിമ്പ് ഉൽപാദനം എന്ന് പറയുന്നത് എന്താണ്? പ്രാഥമിക മേഖല, കാരണം കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ കരിമ്പ് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ദ്വിതീയ മേഖലയും തൃതീയ മേഖലയും നമ്മൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ആവശ്യമുണ്ട് നമുക്ക്. അപ്പം ദ്വിതീയ മേഖലയിൽ നിന്നും എന്തൊക്കെയാണ്? നമുക്ക് യന്ത്രസാമഗ്രികളുടെ സഹായത്തോട് കൂടിയിട്ട് കരിമ്പ് ഉൽപാദനം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. കാരണം ഒരു മനുഷ്യൻ തന്നെ ഇപ്പം ഒരു നിലമുണ്ട്, ആ നിലം ഉഴുതെടുക്കണമെങ്കിൽ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ കന്നുകാലിനെയോ അല്ല കാളേനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. പക്ഷെ നമുക്കത് ദിവസങ്ങൾ വേണം. അല്ല എങ്കിൽ ഒരു യന്ത്രം ഉഴുതുമറിക്കുന്നത് പോലെ അത്ര ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ അത്ര ഡീപ്പായിട്ട് ഉഴുതുമറിക്കാൻ മനുഷ്യനെ കൊണ്ടോ മൃഗങ്ങളെ കൊണ്ടോ സാധിക്കില്ല. അതേസമയം യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി കരിമ്പ് നടാനുള്ള ഒരു സ്ഥലം മറിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ നല്ല കരിമ്പിന്റെ വിളവുണ്ടാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നല്ല വളം യൂസ് ചെയ്താൽ, നമ്മുടെ ഫെർട്ടിലൈസർ, കീടനാശിനികൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് കരിമ്പിന്റെ ഉൽപാദനം നമുക്ക് കൂട്ടാൻ സാധിക്കുന്നു. അപ്പൊ ഈ പറയുന്ന യന്ത്രസാമഗ്രികള്, വളങ്ങള്, കീടനാശിനികള്, ഇതൊക്കെ എന്താണ്? അത് ദ്വിതീയ മേഖലയിൽ വരുന്നതാണ്. ഇനി ഈ കരിമ്പ് ഉൽപാദനം നമ്മൾ വർദ്ധിപ്പിച്ചു, പക്ഷെ നമുക്കത് ക്യാഷ് ആയിട്ട് തീർച്ചയായിട്ടും കിട്ടണ്ടേ? അപ്പം അത് നമുക്ക് കമ്പോളങ്ങളിൽ കൊണ്ട് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താണ് വേണ്ടത്? ഗതാഗത സൗകര്യം വേണം. അല്ലാണ്ട് ഒരു മനുഷ്യൻ തലച്ചുമട്ടിൽ കമ്പോളം വരെ പോയാണെങ്കിൽ ഒന്നെങ്കിൽ വളരെ തുച്ഛമായ കാര്യമേ നമുക്ക് തലച്ചുമട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇല്ല എങ്കിലോ നമ്മള് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നടന്നു പോവുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ കരിമ്പ് നട്ട സ്ഥലത്ത് നിന്ന് മാക്സിമം പോയാൽ നമുക്കൊരു 10 കിലോമീറ്റർ അപ്പുറം വരെ പോകാൻ പറ്റും. അതേസമയം ഒരു വാഹനമുണ്ട് 20 കിലോമീറ്റർ അപ്പുറം വലിയൊരു കമ്പോളം ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ കൊണ്ട് കൊടുത്താൽ നമുക്ക് കൂടുതൽ ലാഭം കിട്ടും. ചിലപ്പോൾ കൂടുതൽ ക്യാഷും കിട്ടും, കൂടുതൽ ലാഭവും കിട്ടും അതുവഴി. അപ്പം ഗതാഗത സൗകര്യം എന്ന് പറയുന്നത് തൃതീയ മേഖലയിൽ വരുന്നതാണ്. ഈ ഗതാഗത സൗകര്യം നന്നായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കരിമ്പിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെ കൂട്ടാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക സഹായങ്ങൾ, നമ്മൾ പറഞ്ഞു ബാങ്കിങ് കാര്യങ്ങളൊക്കെ. നമുക്കൊരു വിള നടണം, ഒരു കരിമ്പ് നടണമെങ്കിൽ തീർച്ചയായും നമുക്കൊരു സ്ഥലം ആവശ്യമുണ്ട്. പക്ഷെ സ്വന്തമായി സ്ഥലമുള്ളവർ മാത്രമാണോ കൃഷി ചെയ്യാറുള്ളൂ? ഇല്ല, പാട്ടത്തിനെടുത്തിട്ട് കൃഷി ചെയ്യാറുണ്ട്. പാട്ടത്തിനെടുത്ത് കഴിയുമ്പോൾ ആ ഉടമസ്ഥന് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? ക്യാഷ് കൊടുക്കണം. അപ്പൊ നമുക്കൊരു ബാങ്കിൽ നിന്ന് കുറച്ച് ലോൺ കിട്ടി എന്ന് വിചാരിക്കുക. ആ ലോൺ
കിട്ടിക്കഴിയുമ്പോൾ കുറച്ച് ക്യാഷ് കിട്ടില്ല. ആ ക്യാഷ് ഉടമസ്ഥന് കൊടുത്തിട്ട് ആ ഒരു ഉടമസ്ഥന്റെ സ്ഥലവും കൂടി എടുത്ത് നമ്മൾ കൃഷി ചെയ്യുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന, കരിമ്പിന്റെ ഉൽപാദനം കൂട്ടാൻ സാധിക്കുന്നു. നമുക്ക് ഏരിയ കൂട്ടിയതനുസരിച്ചിട്ട് ഉൽപാദനം കൂട്ടാൻ സാധിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏതൊരു സംഭവമായാലും, എന്തുണ്ടാക്കുന്നതായാലും, എന്തുൽപാദിപ്പിക്കുന്നതായാലും ഈ പറയുന്ന പ്രാഥമിക മേഖലയും ദ്വിതീയ മേഖലയും തൃതീയ മേഖലയും പരസ്പര പൂരകങ്ങളാണ്. കാരണം അവ പരസ്പരം കണക്റ്റഡ് ആണ്. പ്രാഥമിക മേഖലയ്ക്ക് തന്നെയോ ദ്വിതീയ മേഖലയ്ക്കോ തൃതീയ മേഖലയ്ക്കോ തന്നെ ഒരു നിലനിൽപ്പ് ഉണ്ടാകില്ല. ഈ 3 മേഖലകളും കൂടി ജോയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ലൊരു പ്രൊഡക്ഷനും അതുവഴി നമുക്ക് നല്ലൊരു വരുമാനവും ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷനാണ് നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് പ്രാഥമിക മേഖല തന്നെ കൺസിഡർ ചെയ്യുക. പ്രാഥമിക മേഖല എന്ന് പറയുന്നത് അസംസ്കൃത വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ. നമ്മൾ പറഞ്ഞു പ്രാഥമിക മേഖലയിൽ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നതെന്ന്. ഈ പ്രകൃതി വിഭവങ്ങളെ അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നതാണ് ദ്വിതീയ മേഖലയിൽ സംഭവിക്കുന്നത്. അപ്പൊ പ്രാഥമിക മേഖലയിൽ നിന്ന് പ്രകൃതിയിൽ നിന്നും ഡയറക്റ്റ് ലഭിക്കുന്ന വസ്തുക്കൾ അസംസ്കൃത വസ്തുക്കളാക്കിയും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷ്യവസ്തുക്കളും എല്ലാം യൂസ് ചെയ്യുന്ന ദ്വിതീയ മേഖലയിലേക്ക് പോകുന്നു. ഈ ദ്വിതീയ മേഖലയിലെ യന്ത്രസാമഗ്രികളുടെ സഹായത്തോടു കൂടിയിട്ട് നമ്മൾ ഉൽപാദനം കൂട്ടുകയും ആ ഉൽപാദനം കൂട്ടിയ സാധനങ്ങൾ നമ്മൾ തൃതീയ മേഖല, അതായത് നമ്മുടെ സേവന മേഖലയിലെ ഗതാഗതത്തിന്റെയും ബാങ്കിങ്ങിന്റെയും ഒക്കെ സഹായത്തോടു കൂടി കൂടുതൽ വിറ്റുവരവ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതായത് എല്ലാ മേഖലയും പ്രാഥമിക മേഖലയാണെങ്കിൽ ദ്വിതീയ മേഖലയോടും തൃതീയ മേഖലയോടും ഡയറക്റ്റ് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ദ്വിതീയ മേഖലയും പ്രാഥമിക മേഖലയോടും തൃതീയ മേഖലയും ഈ പറയുന്ന പ്രാഥമികത്തിനോടും ദ്വിതീയോടും ാണ്. അതായത് പരസ്പര പൂരകങ്ങളാണ്. അത്രയുമേ നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. അതാണ് ഇവർ ഈ പിക്ചോറിക്കൽ റെപ്രസെന്റേഷനായി നൽകിയിരിക്കുന്നത്. ഓക്കെ, ഇനി സമ്പദ്ഘടനയുടെ വിവിധ മേഖലകളിലായി നടക്കുന്ന ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയവ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നത്. അതായത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന പ്രധാന ഘടകങ്ങളാണ് ഏതൊക്കെയാണ്? ഒന്നാണ് ഉൽപാദനം എന്ന് പറയുന്നത്. അടുത്തത് ഏതാണ്? ഒന്ന് നമ്മൾ ഉൽപാദനം, രണ്ടാമത്തേത് എന്ന് പറയുന്നത് വിതരണം, മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഉപഭോഗവുമാണ്. ഇനി എന്താണ് ഉൽപാദനം എന്ന് നോക്കാം. ഉൽപാദന ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതായത് നമ്മുടെ ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നതിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത്. ഇനി ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു നമ്മുടെ ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളത്. ഏതൊക്കെയായിരുന്നു നമ്മുടെ ഉൽപാദന ഘടകങ്ങൾ? ഉൽപാദന ഘടകങ്ങൾ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം, ഇത്രയുമായിരുന്നു നമ്മുടെ ഉൽപാദന ഘടകങ്ങൾ പറയുന്നത്. ഈ ഉൽപാദന ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ അറിഞ്ഞിരിക്കണം വിതരണം എന്ന് പറയുന്നത്. വിതരണം എന്താണ്? ഉൽപാദനത്തിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നമോ വരുമാനമോ വ്യക്തികൾക്കിടയിലോ ഉൽപാദന ഘടകങ്ങൾക്കിടയിലോ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് വിതരണം അഥവാ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മുടെ പോയിന്റ് ആണ് ഉപഭോഗം എന്ന് പറയുന്നത്. ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം ഉപഭോക്താവ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായി വിനിയോഗിക്കുന്നു. മിച്ചം വരുന്നത് കരുതൽ ധനമായി മാറ്റിവെക്കുകയും ചെയ്യുന്നു. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനമാണ് ഉപഭോഗം. ഇത്തരത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളായ ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവ ത്വരിതപ്പെടുമ്പോഴാണ് സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതി കൈവരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ വേർഡിന്റെ മീനിങ് തന്നെയാണ് എല്ലായിടത്തും വരുന്നത്. ഉൽപാദനം എന്താണ്, വിതരണം എന്താണ്, ഉപഭോഗം എന്താണ്? ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് ഉൽപാദനം എന്നും അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് നമ്മൾ വിതരണം എന്നും അത് നമ്മൾ നമ്മുടെ കൺസംഷന് ഉപഭോഗം എന്നും പറയുന്നു. ഇത്രയുമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് തന്നെ വരികയാണ്, ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം? അതായത് ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം എന്ന് വെച്ചാൽ ഒരു വർഷത്തെ ആകെ വരുമാനത്തെ ആ രാജ്യത്തിന്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ വാർഷിക വരുമാനം നമ്മൾ കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ സാമ്പത്തിക വർഷം അഥവാ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് മുതൽ എന്ന് വരെയാണെന്നുള്ളത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ളതാണ് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്.
രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നേരിട്ട് ഉപഭോഗ വസ്തുവായി ഉപയോഗിക്കുന്ന സാധനങ്ങളെ അന്തിമ വസ്തുക്കൾ എന്നും അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന സാധനങ്ങളെ ഇടനില വസ്തുക്കൾ എന്നും അറിയപ്പെടുന്നു. അതായത് അന്തിമ വസ്തു എന്താണെന്നും ഇടനില വസ്തു എന്താണെന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ്. അന്തിമ വസ്തു എന്ന് വെച്ചാൽ നമുക്ക് ഒരു സാധനം നമ്മൾ ഡയറക്റ്റ് അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ അന്തിമ വസ്തു എന്നും, ഇനി നമ്മളൊരു അസംസ്കൃത വസ്തു ഉപയോഗിക്കുന്നു, അതായത് ഡയറക്റ്റ് നമുക്കൊരു സാധനം കിട്ടുന്നതിന് നമ്മൾ ഉപയോഗിക്കാതെ ഒരു അസംസ്കൃത വസ്തു ഉപയോഗിച്ച് അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ വരുന്നതിനെ ആ അസംസ്കൃത വസ്തുവിനെ ഇടനില വസ്തു എന്നും പറയുന്നു. ഇനി ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മൾ എപ്പോഴും ദേശീയ വരുമാനം കണക്കാക്കുന്നു. ദേശീയ വരുമാനത്തെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പം ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രാധാന്യം അഥവാ അതിന്റെ ആവശ്യകതയെ പറ്റി നോക്കാം. നമുക്ക് എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ വരുമാനം നോക്കണം. നമ്മുടെ ദേശീയ വരുമാനം തന്നെ നമുക്കൊരു വർഷമുള്ള വരുമാനം നമ്മൾ എന്തിനാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? തീർച്ചയായും നമ്മൾ നമ്മുടെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലേ. അതുപോലെ തന്നെയാണ് രാജ്യത്തിന്റെ കാര്യത്തിലും. രാജ്യത്തിന്റെ ദേശീയ വരുമാനം കണക്കാക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച നമുക്ക് മനസ്സിലാക്കുന്നതിന്, വിവിധ മേഖലകളിലുള്ള സംഭാവന വിലയിരുത്തുന്നതിന്, പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ടി, രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യുന്നതിനും, രാജ്യത്തെ ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളും ചെലവുകളും മനസ്സിലാക്കുന്നതിന് വേണ്ടി, സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും ബലഹീനതയും മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഒന്നും പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല, നോർമലായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ വെരി ഇമ്പോർട്ടന്റ്. ഒന്ന്, ഫസ്റ്റ് ആണ് ഉൽപാദന രീതിയെ ബേസ് ചെയ്ത് നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാൻ പറ്റുന്നു. നമ്മുടെ വരുമാന രീതിയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാൻ പറ്റുന്നു. അടുത്താണ് ചെലവ് രീതിയെ ബേസ് ചെയ്ത് നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാൻ പറ്റുന്നു. ഓക്കെ, ഇനി ഉൽപാദന രീതിയെ ബേസ് ചെയ്തുകൊണ്ട് ദേശീയ വരുമാനം കണക്കാക്കുന്നതെന്ന് നോക്കാം. ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യത്തെ അടിസ്ഥാനമാക്കി വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപാദന രീതി എന്ന് പറയുന്നത്. അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട്, അതായത് എങ്ങനെ നമുക്ക് അതൊരു ഇക്വേഷൻ ഉപയോഗിച്ച് നോക്കാം. നമ്മുടെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്, നാഷണൽ ഇൻകം എന്ന് പറയുന്നത് X1, X2, X3, X4, Xn, അതായത് നമ്മൾ കുറെ മേഖലകളുണ്ട്. നമ്മുടെ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം, അതായത് ഉൽപാദന രീതിയെ ബേസ് ചെയ്താണ് 3 മേഖലകളാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഈ 3 മേഖലകളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെ സേവനങ്ങളുടെയും ആകെ പണമൂല്യം കണക്കാക്കിയെടുക്കുന്നു. അതാണ് ഉൽപാദന രീതിയെ ബേസ് ചെയ്തുള്ളത്. ഇനി വരുമാന രീതി എന്ന് പറയുന്നത് നമ്മുടെ ഉൽപാദന ഘടകങ്ങളെ ബേസ് ചെയ്തുള്ളതാണ്. വരുമാന രീതി നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിനെ ബേസ് ചെയ്ത്. നമ്മുടെ ഉൽപാദന ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞായിരുന്നു? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്ന് പറയുന്നത്. ഭൂമിക്ക് നമ്മൾ എന്താണ്? പാട്ടമാണ് ലഭിക്കുന്നത്. തൊഴിലിന് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? വേതനമാണ്. മൂലധനത്തിന് നമുക്ക് ലഭിക്കുന്ന എന്താണ്? പലിശയാണ്. സംഘാടനത്തിന് എന്താണ് ലഭിക്കുന്നത്? ലാഭവുമാണ്. ഇത് 4ഉം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ് വരുമാന രീതിയിലൂടെ കണക്കാക്കുന്നത്. ഓക്കെ, വരുമാന രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്ന മൊത്ത ദേശീയ വരുമാനം എന്ന രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മൊത്ത ദേശീയ വരുമാനമാണ് വരുന്നത്. ഭൂമിയിൽ നിന്നും, തൊഴിലിൽ നിന്നും, മൂലധനത്തിൽ നിന്നും, സംഘാടനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിന് നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അതാണ് വരുമാന രീതിയെ ബേസ് ചെയ്തുള്ളത്. ഇനി അടുത്തതാണ് നമ്മുടെ ചെലവ് രീതി എന്ന് പറയുന്നത്. അതായത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നു. ഇനി ഈ ചെലവ് രീതിയിൽ നമ്മൾ നോക്കേണ്ടത് നിക്ഷേപം എന്ന് പറയുന്നതും ഒരു ചിലവായിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? നിക്ഷേപം എന്ന് പറയുമ്പോൾ നമ്മൾ ചിലവായിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ എന്താണ്? നമ്മുടെ ഒരു സേവിങ്സ് ആയിട്ടാണ്. ഞാൻ ബാങ്കിൽ കൊണ്ടൊരു 10 ലക്ഷം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എന്റെ കൺസെപ്റ്റ് എന്താണ്? ഞാൻ 10 ലക്ഷം രൂപ സേവ് ചെയ്തു എന്നാണ് എന്റെ കൺസെപ്റ്റ്. പക്ഷേ ചെലവ് രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ 10 ലക്ഷം രൂപ നമുക്ക് ആക്ച്വലി അത് നമ്മുടെ ഇൻകം തന്നെയല്ലേ. അപ്പൊ നമ്മൾ ചെലവ് രീതി കൺസിഡർ ചെയ്യുമ്പോൾ അതെന്താണ്? അത് നമ്മുടെ ചെലവ് രീതിയിൽ നിക്ഷേപം എന്ന് പറയുന്നത് ചെലവായിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ട് ആഡ് ചെയ്യണം. ഇനി ചെലവ് രീതിയിലുള്ള നമ്മുടെ ഇക്വേഷനാണ് ഉപഭോഗ ചെലവ് പ്ലസ് നിക്ഷേപ ചെലവ്, നമ്മൾ നിക്ഷേപത്തിന്റെ കാര്യം പറഞ്ഞു, പ്ലസ് സർക്കാർ ചെലവ്
പ്ലസ് എക്സ് മൈനസ് എം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് എക്സ് മൈനസ് എം? രാജ്യത്തിന്റെ കയറ്റുമതി ഇറക്കുമതി വ്യത്യാസം അഥവാ ഈ പറയുന്ന രാജ്യത്തിന്റെ, അതായത് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കളിൽ നിന്നും, വസ്തുക്കളുടെ ആ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതിനാണ് നമ്മൾ അറ്റ കയറ്റുമതി, നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നെറ്റ്, നമ്മൾ നെറ്റ് എമൗണ്ട് പറയത്തില്ല, നെറ്റ് എന്നുള്ള മീനിങ് ആണ് അറ്റ എന്ന് പറയുന്നത്. അപ്പം നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നതും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ചെലവ് രീതിയിലുള്ള ദേശീയ വരുമാനം. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഉപഭോഗ ചെലവ്, സെക്കൻഡ് നിക്ഷേപ ചെലവ്, തേർഡ് എന്ന് പറയുന്നത് സർക്കാർ ചെലവ്, ഫോർത്ത് എന്ന് പറയുന്നത് കയറ്റുമതി ചെലവ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്, ആ കിട്ടുന്ന ദേശീയ വരുമാനമാണ് ചെലവ് രീതിയിൽ കണക്കാക്കുന്നത്. ഇത്തരത്തിൽ ചെലവ് രീതിയിലൂടെ കണക്കാക്കുന്നത് രാജ്യത്തിന്റെ മൊത്ത ദേശീയ വരുമാനം, അതായത് ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. ഇതെന്തായിരുന്നു? ഇത് ഗ്രോസ് നാഷണൽ ഇൻകം ആയിരുന്നു. നമ്മൾ ഏത് വരുമാന രീതിയെ ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ, ചെലവ് രീതിയെ ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ പറയുന്ന ദേശീയ വരുമാനമാണ് ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചർ അഥവാ മൊത്ത ദേശീയ ചെലവ്. ഓക്കെ, ഇനി നമ്മളിപ്പം ഇവിടെ പറഞ്ഞു സർക്കാർ ചെലവ്, ഉപഭോഗ ചെലവ്, ഓരോന്ന് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് അവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ചെലവ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഓരോ പദ്ധതികൾ ഉണ്ടാക്കില്ല, അതായത് ജനക്ഷേമം ലക്ഷ്യമാക്കി സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായി വരുന്ന ചെലവ് ആണ് നമ്മൾ സർക്കാർ ചെലവ് അഥവാ പൊതുചെലവ് എന്ന് പറയുന്നത്. ഇനി ഉപഭോഗ ചെലവ് എന്താണ്? ഉപഭോക്താക്കൾ, അതായത് ഉപയോഗിക്കുന്ന ആളുകൾ, ഉപഭോക്താക്കൾ ഉപഭോഗത്തിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ചെലവാക്കുന്ന തുകയാണ് ഉപഭോഗ ചെലവ് എന്ന് പറയുന്നത്. നിക്ഷേപ ചെലവ് ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞു എന്താണെന്ന്. മൂലധന ഉൽപ്പന്നങ്ങളുടെ മേൽ വ്യവസായ യൂണിറ്റുകളോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചെലവാക്കുന്ന മൊത്ത ചെലവാണ് നിക്ഷേപ ചെലവ്. എന്താണ്? ഭൂമിക്ക് വേണ്ടിയുള്ള ചെലവ്, യന്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവ് തുടങ്ങിയവയൊക്കെ നിക്ഷേപ ചെലവിന് ഉദാഹരണമാണ്. ഇനി അറ്റ കയറ്റുമതികൾ എന്ന് പറയുന്നത്, അതായത് നെറ്റ് എക്സ്പോർട്ട്, നമ്മൾ പറയുന്ന നമ്മുടെ കയറ്റുമതി മൈനസ് ഇറക്കുമതി, രാജ്യത്തെ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ് അറ്റ കയറ്റുമതി എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന നെറ്റ് എമൗണ്ട് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ചെലവ് രീതിയിൽ കണക്കാക്കുന്ന ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇത് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ള രണ്ട് ടേംസ് ആണ് GDP, GNBയും എന്താണെന്ന്. GDP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തി, നോട്ട് ചെയ്യുക കേട്ടോ, ആഭ്യന്തര അതിർത്തിക്ക് ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, GDP എന്ന് പറയുന്നത്. ഓക്കെ, ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് GDP എന്ന് പറയുന്നത്. ഓക്കെ, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനമോ വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയോ സംരംഭങ്ങളുടെയോ ലാഭം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നില്ല. അതാണ് GDPയും GNBയും തമ്മിലുള്ള ഡിഫറൻസ് തന്നെ. അതേസമയം GNB എന്ന് വെച്ചാൽ ആ വിദേശത്ത് നിന്ന് വരുന്ന നമ്മുടെ ഇൻകവും കൂടി നമ്മൾ ആഡ് ചെയ്യും, അതാണ് GNB എന്ന് പറയുന്നത്. അപ്പൊ കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ളത് ഏതായിരിക്കും? GNB ആണ്, കാരണം GDPയിൽ വിദേശത്ത് നിന്നുള്ളത് ആഡ് ചെയ്യുന്നില്ല. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആഭ്യന്തര ഉൽപാദനത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശങ്ങളിൽ നിന്ന് നേടുന്ന വരുമാനം കൂട്ടുകയും അതിൽ നിന്ന് വിദേശികളും വിദേശ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നിന്നും നേടുന്ന വരുമാനം കുറയ്ക്കുകയും ചെയ്യുന്ന മൊത്ത ദേശീയ ഉൽപ്പന്നം കിട്ടുന്നത് GNB എന്ന് പറയുന്നത് കിട്ടുന്നു. അതായത് ഒരു സാമ്പത്തിക വർഷം രാജ്യത്തെ നിവാസികൾ സ്വദേശത്തും വിദേശത്തും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് മൊത്ത ദേശീയോൽപ്പന്നം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പം GDPയും GNBയും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലായല്ലോ. ഇനി കുറച്ച് ടേംസ് നമുക്ക് അറിഞ്ഞിരിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ജസ്റ്റ് ഏതോ ഒരു ടൈമിൽ മാത്രം ഇതൊരു മാത്തമാറ്റിക്കൽ ആയിട്ടൊരു പ്രോബ്ലം ആയിട്ടും ചോദിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അല്ലാതെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ നമുക്ക് ചോദിക്കാറുണ്ട്. എന്തായാലും ആ ടേംസ് എന്താണെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ആ ടേംസ് എന്താണെന്നും അതിന്റെ ഇക്വേഷൻ എന്താണെന്നും പറഞ്ഞിരുന്നാൽ മതി. നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ടേം ആണ് നമ്മുടെ അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് വെച്ചാൽ നമ്മുടെ മൊത്ത ദേശീയ ഉൽപ്പന്നം ഉണ്ടല്ലോ, അതായത് GNB, നമ്മുടെ വിദേശത്ത് നിന്നും
നമ്മൾ കിട്ടിയ അതും കൂടി ആഡ് ചെയ്തിട്ട്, അതായത് വിദേശത്ത് വർക്ക് ചെയ്യുന്നവരുടെ നമുക്കുള്ള വിദേശത്തെ കമ്പനികളിൽ നിന്ന് ലഭിച്ച ലാഭം, അങ്ങനെയുള്ള വിദേശവുമായി ബന്ധപ്പെട്ടതും കൂടി ആഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ GNP. ആ മൊത്ത ദേശീയ ഉൽപ്പന്നം, GNP എന്ന് വെച്ചാൽ മൊത്ത ദേശീയ ഉൽപ്പന്നമാണ് വരുന്നത്. ആ മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ് കുറച്ചു കഴിയുമ്പോൾ കിട്ടുന്നതാണ് അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അതാണ് ഇവരുടെ പറഞ്ഞിരിക്കുന്നത്. അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് വെച്ചാൽ മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കുന്നതാണ് നമ്മുടെ അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ NNP എന്ന് പറയുന്നത്, അതായത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അറ്റ ദേശീയ ഉൽപ്പന്നത്തിന്റെ ടേംസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അടുത്തത് അതേപോലെ ഒരു ടേം കൂടി നമുക്കൊന്ന് അറിഞ്ഞിരിക്കാനുണ്ട്. നമ്മുടെ പ്രതിശീർഷ വരുമാനം എന്താണെന്ന്. പ്രതിശീർഷ വരുമാനം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ദേശീയ വരുമാനത്തെ ആകെ ജനസംഖ്യ കൊണ്ട്, അതായത് ഒരാളുടെ പ്രതിശീർഷ വരുമാനം എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും വരുന്നത്, അതായത് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ എന്നുള്ള നമ്മുടെ ആവറേജിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. നമ്മുടെ ടോട്ടൽ ദേശീയ വരുമാനത്തിനെ ആകെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് ഡിഫറെന്റ് ടൈപ്പിൽ ദേശീയ വരുമാനം കണക്കാക്കാം. ഓരോ മേഖലയിൽ നിന്നും ലഭിച്ച വരുമാനം ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഉൽപാദന രീതിയെ ബേസ് ചെയ്ത്, ചെലവ് രീതിയെ ബേസ് ചെയ്ത്, നിക്ഷേപണ രീതിയെ ബേസ് ചെയ്ത്, ഇങ്ങനെ പല രീതിയിലും നമുക്ക് കണക്കാക്കാം എന്നൊക്കെ പറയുന്നു. പക്ഷെ പല ഘടകങ്ങളും നമ്മൾ അതിൽ കൂട്ടുന്നില്ല. ഫസ്റ്റ് ഞാനൊരു കാര്യം പറയാം. നമ്മൾ വീട്ടമ്മമാര് ഗാർഹിക ജോലികൾ ചെയ്യുന്നില്ലേ, വീട്ടമ്മമാരൊക്കെ വീട്ടിലുള്ള അവരുടെ വേതനം നമ്മൾ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാറുണ്ടോ? നമ്മൾ നമ്മുടെ വീട്ടിൽ പോലും അവരുടെ വേതനം കാൽക്കുലേറ്റ് ചെയ്യാറില്ല. അവരുടെ ദേശീയ വരുമാനം ഒരു രാജ്യം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. അതൊക്കെ ഫ്രീ ആയിട്ട് പോകുന്ന ഒരു ജോലിയാണ്. അങ്ങനെ ഒരുപാട് പരിമിതികളുണ്ട് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ. ആ പോയിന്റ്സ് നമുക്ക് ഏതൊക്കെയാന്ന് നോക്കാം. കൃത്യമായ സ്ഥിതിവിവര കണക്കുകളുടെ അഭാവം. ചില സമയങ്ങളിൽ നമുക്ക് അത്ര സ്ഥിതിവിവര കണക്കുകൾ കൃത്യമായി ലഭിക്കണമെന്നില്ല. അതേപോലെ തന്നെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപാദന ഘട്ടങ്ങൾ രേഖപ്പെടുത്താനുള്ള സാധ്യത പലപ്പോഴും റിപ്പീറ്റേഷൻ സംഭവിക്കാറുണ്ട്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഞാനിപ്പം ഒരു 10 കിലോ അരി ഉണ്ടാക്കി, ആ 10 കിലോ അരി എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് 8 കിലോ ഞാൻ ഉപയോഗിച്ചെങ്കിൽ ഞാൻ ഒരിക്കലും എന്റെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യോ? ഇല്ല. ഞാൻ കൊടുത്ത 2 കിലോയുടെ മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ അത് ശരിക്കും സ്റ്റേറ്റ് അല്ലേ. അത് വിപണിയിൽ വില നിശ്ചയിക്കപ്പെടാത്ത സാധനങ്ങളും സേവനങ്ങളും സാധാരണയായി ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഗാർഹിക ജോലി ദേശീയ വരുമാനം കണക്കാക്കാൻ നേരത്ത് നോക്കാറില്ല. ഇതൊക്കെ കുറച്ച് പരിമിതികളാണ്. പരിമിതികളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിന്റെ വിവിധ മേഖലകളുടെ സംഭാവനകൾ നോക്കാം. 2015 ജനുവരി മുതൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വിവിധ മേഖലകളുടെ സംഭാവന കൃത്യമായി കണക്കാക്കുന്നതിന് മൊത്ത വർദ്ധിത മൂല്യം അഥവാ മൊത്ത സംയോജിത മൂല്യം ഉപയോഗിച്ചു തുടങ്ങി. ഈ ഇയർ ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചാൽ നമുക്കറിയില്ലാതിരിക്കരുത്. 2015 മുതലാണ് ഇന്ത്യ ഗവൺമെന്റ് ഇത് ഉപയോഗിച്ചു തുടങ്ങിയത്. മൊത്ത വർദ്ധിത മൂല്യം അഥവാ മൊത്ത സംയോജിത മൂല്യം എന്ന് പറയുന്നത്. ഈ എക്കണോമിക്സിന്റെ ടേംസ് ഒക്കെ പഠിക്കുമ്പോൾ ജസ്റ്റ് ആ ഇംഗ്ലീഷ് ടേം കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ഗ്രോസ് വാല്യൂ ആഡഡ്. ഓക്കെ, ഉപയോഗിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ ആയിരുന്നു മേഖലാതല സംഭാവനകൾ കണക്കാക്കിയിരുന്നത്. മൊത്ത വർദ്ധിത മൂല്യപ്രകാരം സമ്പദ്ഘടനയിലെ ഓരോ മേഖലയുടെയും സംഭാവന താരതമ്യേന വേഗത്തിലും കൃത്യമായും കണക്കാക്കാൻ സഹായിച്ചു. ഏത്? മൊത്ത വർദ്ധിത മൂല്യം അല്ലെങ്കിൽ മൊത്ത സംയോജിത മൂല്യം സിസ്റ്റം ഉപയോഗിച്ചപ്പോൾ കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കാൻ സാധിച്ചു. ഇനി മൊത്ത വർദ്ധിത മൂല്യം എന്ന് പറയുന്നത് എന്താണ്? മൊത്ത ഉൽപ്പന്ന മൂല്യത്തിൽ നിന്ന് ഇടനില ഉപഭോഗ മൂല്യം മൈനസ് ചെയ്യുന്നതാണ് മൊത്ത വർദ്ധിത മൂല്യം എന്ന് പറയുന്നത്. ഒരു സാധനമോ സേവനമോ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച, നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഇടനില ഉപഭോഗം എന്ന് പറയുന്നത്. ഒരു സാധനമോ സേവനമോ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗമാണ് ഇടനില ഉപഭോഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, GVA അതായത് നമ്മുടെ മൊത്ത വർദ്ധിത മൂല്യം കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന മൂല്യം മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ഉൽപ്പന്ന മൂല്യം, കാരണം ഇടനില ഉപഭോഗ മൂല്യം അതിൽ നിന്നും മൈനസ് ചെയ്തു. അപ്പൊ പിന്നെ അവിടെ ഉൽപ്പന്ന മൂല്യം മാത്രമാണുള്ളൂ. GVA കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന മൂല്യം മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ഉൽപ്പന്നത്തിന്മേലുള്ള നികുതികളോ സബ്സിഡികളോ പരിഗണിക്കുന്നില്ല. ഓക്കെ,
ഇനി നികുതി എന്താണ്, സബ്സിഡി എന്താണ് അറിഞ്ഞിരിക്കുക. നികുതി എന്ന് വെച്ചാൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കുന്നതിനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി. നമുക്ക് എല്ലാവർക്കും അറിയില്ല, നമ്മൾ ഇൻകം ടാക്സ്, അതായത് സാലറി ഒരു പരിധിയിൽ കൂടുതലുള്ള എല്ലാവരും, അല്ലെങ്കിൽ നമ്മുടെ വരുമാനം ഒരു പരിധിയിൽ കൂടുതലുള്ള എല്ലാവരും നിർബന്ധിതമായി ഗവൺമെന്റിന് ടാക്സ് അടച്ചിരിക്കണം. അതായത് നിർബന്ധമായും ഗവൺമെന്റിന് നമ്മൾ നൽകേണ്ട സംഭവമാണ് നികുതി എന്ന് പറയുന്നത്. അതേസമയം സബ്സിഡി എന്താണ്? ഗവൺമെന്റ് നമുക്ക് നൽകുന്ന ഒരു ആനുകൂല്യമാണ്. ഇപ്പം ഒരുപാട് അടുത്തോടെ കാണാറില്ല, സോളാർ, വീടിന്റെ മേളിൽ സോളാർ വെച്ചാൽ ഇത്ര നമുക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കും, ഇത്ര രൂപ നമ്മൾ ഉപയോഗിച്ചാൽ മതി. അങ്ങനെയാണ് സബ്സിഡി എന്ന് പറയുന്നത്. അതൊരിക്കലും നിർബന്ധിതമല്ല, കിട്ടിയില്ല. അപ്പം നിർബന്ധിതമായി വരുന്നത് നികുതിയും അതേപോലെ തന്നെ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക പിന്തുണയോ ആനുകൂല്യമോ ആണ് സബ്സിഡി എന്ന് പറയുന്നത്. ഇനി മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ GDP കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന നികുതിയും ഉൽപ്പന്നത്തിന്മേലുള്ള സബ്സിഡിയും തമ്മിലുള്ള വ്യത്യാസം മൊത്ത വർദ്ധിത മൂല്യത്തോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടുന്നു. എന്താണ് ഈ പറയുന്ന നികുതിയും സബ്സിഡിയും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ മോർ അക്യുറേറ്റ് ആവുന്നു. അപ്പൊ നമ്മുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത് മൊത്ത വർദ്ധിത മൂല്യം പ്ലസ് ഉൽപ്പന്ന നികുതി മൈനസ് ഉൽപ്പന്ന സബ്സിഡി. കാരണം സബ്സിഡി നമുക്ക് തരുന്നതല്ലേ, അപ്പൊ ആ നികുതിയിൽ നിന്ന് ലഭിച്ചതിൽ നിന്ന് മൈനസ് ചെയ്യണം സബ്സിഡി അതിൽ നിന്നും, അപ്പോഴാണ് കറക്റ്റ് എമൗണ്ട് കിട്ടുന്നത്. അതായത് നമ്മുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത് GVA നമ്മൾ ഓൾറെഡി മൊത്ത വർദ്ധിത മൂല്യം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ മൊത്ത വർദ്ധിത മൂല്യത്തോടു കൂടി നമ്മുടെ നികുതിയും സബ്സിഡിയും തമ്മിലുള്ള ഡിഫറൻസും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ GDP എന്ന് പറയുന്നത്. ഇനി ഒരു ഗ്രാഫാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് 82 മുതൽ 83 മുതൽ അതേപോലെ തന്നെ 2022-2023 സാമ്പത്തിക വർഷത്തെ കാര്യമാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന 82-83 കാലഘട്ടങ്ങൾ, അതായത് നമ്മുടെ സ്റ്റാർട്ടിങ്ങിലൊക്കെ വരുന്നത് എല്ലായിടത്തും കാർഷിക മേഖല ഒരുപാട് ഉയർന്നു നിൽക്കുന്ന, സേവന മേഖല അത്ര ഉയർന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോഴത്തേക്കും കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനം ഒരുപാട് കുറഞ്ഞു, സേവന മേഖല ഉയർന്നു. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് എവിടെ നിന്നുമാണ്? തീർച്ചയായും സേവന മേഖലയിൽ നിന്നുമാണ്. നമുക്ക് ഗ്രാഫിൽ അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് സേവന മേഖലയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. ഇനി ഇന്ത്യയുടെയും കേരളത്തിന്റെയും മൊത്തവർദ്ധിത മൂല്യത്തിൽ തൃതീയ മേഖലയുടെ സംഭാവന മറ്റു മേഖലകളെ അപേക്ഷിച്ച് കൂടുതലാണ്. അത് നമ്മൾ പറഞ്ഞു. ഇതിനുള്ള കാരണങ്ങൾ അവർ മെയിൻ ആയിട്ടും പറഞ്ഞിരിക്കുന്നത് ആരോഗ്യ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും പുരോഗതി ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. ഫസ്റ്റ് പോയിന്റ്, രാജ്യത്തിന്റെ വ്യാപാര വാണിജ്യ മേഖലകളെ മുന്നോട്ട് നയിക്കുന്ന ബാങ്കിംഗ്, ഇൻഷുറൻസ് സംവിധാനങ്ങളുടെ വളർച്ച, ഗതാഗത വാർത്താവിനിമയ മേഖലകളുടെ വളർച്ച, വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച, അറിവധിഷ്ഠിത വ്യവസായങ്ങളുടെ വളർച്ച, ഇവയെല്ലാം GVA വിഹിതത്തിലേക്കുള്ള തൃതീയ മേഖലയുടെ സംഭാവനകൾ വർദ്ധിച്ചു വരുന്നു. അതായത് നമ്മൾ പറഞ്ഞില്ല, നമ്മുടെ ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് സംഭാവന ചെയ്യുന്ന നമ്മുടെ തൃതീയ മേഖലയാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കുറച്ച് അറിവധിഷ്ഠിത കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ ഇന്നത്തെ കമ്മ്യൂണിക്കേഷനും ഗതാഗത മേഖലകളൊക്കെയാണ്. അതൊരു PSC ആസ്പെക്റ്റിൽ നോക്കിയാണ്, വലിയ കാര്യമായിട്ട് അതിനൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കാനൊന്നുമില്ല, അതുകൊണ്ട് അത് നമ്മൾ എടുത്തു പറയുന്നില്ല. ഇനി അടുത്ത നമ്മൾ അറിഞ്ഞിരിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ മേഖലകൾക്കുള്ള ആപേക്ഷിക പ്രാധാന്യത്തിൽ മാറ്റം വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഘടനാപരമായ പരിവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ആദ്യമൊക്കെ നമുക്ക് കാർഷിക മേഖലയിൽ നിന്നായിരുന്നു വരുമാനം കൂടുതൽ ലഭിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ 2022-2023 സാമ്പത്തിക വർഷത്തിലേക്ക് നോക്കുമ്പോൾ കാർഷിക മേഖലയേക്കാൾ ഒരുപാട് കൂടി നമ്മുടെ സേവന മേഖല, ഇപ്പൊ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് സേവന മേഖലയാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. ഇനി രണ്ട് മേഖലകൾ, അതായത് നമ്മുടെ ബിസിനസിനെ പറ്റി പറയുമ്പോൾ സംഘടിത മേഖല എന്നും അസംഘടിത മേഖല എന്നും നമ്മുടെ തൊഴിൽ മേഖലയെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. സംഘടിത മേഖല എന്ന് വെച്ചാൽ കൃത്യമായി നിയമവ്യവസ്ഥയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളാണ് സംഘടിത മേഖലയിൽ വരുന്നത്. അതേസമയം അസംഘടിത മേഖല എന്ന് വെച്ചാൽ ഏതെങ്കിലും നിയമവ്യവസ്ഥയുടെ കീഴിൽ അല്ലാതെയോ സ്ഥിരമായി കണക്കുകൾ സൂക്ഷിക്കാത്തതോ ആയതാണ് അസംഘടിത മേഖല എന്നാണ്. കൃത്യമായ നിയമവ്യവസ്ഥയിലുള്ളത് ഒരു സംഘടിതമായ ഒരു ഓർഗനൈസ്ഡ് ആയിരിക്കും, അത് വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും. അതേസമയം ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ളതായിരിക്കും അസംഘടിത മേഖല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സംഘടിത മേഖലയും അസംഘടിത മേഖലയും എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. സംഘടിത മേഖലയിലെയും അസംഘടിത മേഖലയിലെയും വ്യത്യാസങ്ങൾ നോക്കാം. രജിസ്റ്റർ ചെയ്യപ്പെട്ട തൊഴിൽ മേഖലയാണ് സംഘടിത മേഖലയിൽ വരുന്നത്. അതൊരു സ്ഥിരം തൊഴിലായിരിക്കും, താരതമ്യേന കൂടിയ ശമ്പളമായിരിക്കും, തൊഴിൽ സുരക്ഷിതത്വവും ഉണ്ടാകും. അതേസമയം അസംഘടിത മേഖലയിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്തതാണ്, ഒരു സ്ഥിരം തൊഴിൽ ഉറപ്പ് നൽകുന്നില്ല, താരതമ്യേന കുറഞ്ഞ ശമ്പളമായിരിക്കും, തൊഴിൽ സുരക്ഷിതവുമില്ല.
ഇന്ന് ജോലിയുണ്ട്, നാളെ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. കാരണം അവിടെ ആരും ചോദിക്കാനും പറയാനുള്ള ഒരു ഓർഗനൈസേഷൻ അവിടെ ഇല്ല. ഇനി അസംഘടിത മേഖല നേരിടുന്ന പ്രധാന പ്രശ്നം എന്താണ്? സുരക്ഷിതമില്ലാത്ത തൊഴിലിടങ്ങൾ, ദീർഘമായ തൊഴിൽ സമയം, കുറഞ്ഞ വേതനം തുടങ്ങിയ ധാരാളം പ്രശ്നങ്ങൾ അസംഘടിത മേഖല നേരിടുന്നുണ്ട്. ഇനി അസംഘടിത മേഖലയുടെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സാമൂഹ്യ സംരക്ഷണ നിയമം വന്നു. അതാണ് 2008 അറിഞ്ഞിരിക്കുക. ഈ 2008 ഈ നിയമപ്രകാരം അസംഘടിത തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം, പ്രസവാനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, വിവിധ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഈ നിയമം അധികാരം നൽകുന്നു. അത് 2008 അസംഘടിത മേഖലയിലുള്ളവരുടെ തൊഴിൽ കൂടുതൽ സുരക്ഷിതമാക്കാൻ നിയമം കൊണ്ടുവന്നത്. സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 ഇയർ അറിഞ്ഞിരിക്കണം. എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സംഘടിത അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷിതത്വം പ്രാധാന്യം നൽകിക്കൊണ്ട് 2020 രൂപീകരിച്ച നിയമമാണ് സാമൂഹ്യ സുരക്ഷാ കോഡ് 2020. അതുമൂലം നമുക്ക് ലഭിക്കുന്നത് ഇൻഷുറൻസ്, പ്രസവാനുകൂല്യങ്ങൾ, സൗജന്യ ചികിത്സ ആനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല സംരക്ഷണം എന്നിവ ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നു. ഇനി ഇന്നത്തെ നമ്മുടെ ഈ ആധുനിക ലോകത്തിൽ പ്രധാനമായും വരുന്ന സംഭവമാണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ. ഒന്നുമില്ല, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പൊ അറിഞ്ഞിരിക്കാൻ ഏറ്റവും പറ്റിയത് നമ്മുടെ സ്വിഗ്ഗി സൊമാറ്റോയും. അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ജോലി ചെയ്യുന്നു, ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുന്നതാണ്. സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 ഒരു ഗിഗ് തൊഴിലാളിയെ നിർവചിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: പരമ്പരാഗത തൊഴിലുടമ തൊഴിലാളി ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തി. അതാണ് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഇന്നത്തെ സ്വിഗ്ഗി, സൊമാറ്റോയൊക്കെ. ഇനി സാമ്പത്തിക പുരോഗതിയെ നിർണ്ണയിക്കുന്ന ദേശീയ വരുമാനത്തിന്റെ വളർച്ച പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുടെ പരസ്പരാശ്രയത്വത്തിൽ അധിഷ്ഠിതമാണ്. നമ്മൾ പറഞ്ഞു, അവർ മൂന്നും പരസ്പര പൂരകങ്ങളാണ്. ഒരു മേഖലയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. അവര് 3 പേരും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നവരാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്ന് വരുമാനം ലഭിക്കുന്നത് സേവന മേഖലയിൽ നിന്നാണ്. അതേസമയം പണ്ട് നമുക്ക് ലഭിച്ചത് കാർഷിക മേഖലയായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് തൃതീയ മേഖല, അതായത് സേവന മേഖലയിൽ നിന്ന്. ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പം അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായി വരുന്നത് വരെ താങ്ക് യു. സീ യു അഗെയിൻ.